നിങ്ങൾ ഈ കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ട? തൃശ്ശൂർ കുമ്മാട്ടി എന്ന് പറയും. തൃശ്ശൂർക്കാർക്ക് ഓണത്തിന് പുലിക്കളി പോലെ തന്നെ കുമ്മാട്ടിക്കളിയും വളരെ വലിയൊരു ആഘോഷമാണ്. ഇതിന്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്, തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. കാലദോഷം തീർക്കാനും കുട്ടികളെ സന്തോഷിപ്പിച്ച് അവർക്ക് നന്മ നേരാനും എത്തുന്ന കുമ്മാട്ടിക്കൂട്ടങ്ങൾക്ക് പിന്നിലെ ഐതിഹ്യം വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. പഞ്ചപാണ്ഡവരുടെ വനവാസക്കാലത്ത് അർജുനൻ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് ശിവന്റെ പക്കലുള്ള പാശുപാതാസ്ത്രം കൈവരിക്കാൻ ശ്രമിച്ചു. ഈ വരം നൽകുന്നതിന് മുമ്പായി അർജുനന്റെ സാമർത്ഥ്യം പരീക്ഷിക്കാൻ ശിവൻ തീരുമാനിച്ചു. അങ്ങനെ ശിവനും പാർവതിയും കാട്ടാള വേഷത്തിൽ വന്നെത്തി അർജുനനെ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ അർജുനൻ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ദിവ്യശക്തിയുള്ള പാശുപാതാസ്ത്രം അർജുനന് സമ്മാനിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അവിടെ എത്തിയ ശിവന്റെ ഭൂതഗണങ്ങൾ ശിവനെയും പാർവതിയെയും സന്തോഷിപ്പിക്കാൻ അമ്പും വില്ലും കൊട്ടി നൃത്തം ചെയ്തു. പിന്നീട് ശിവനും പാർവതിയും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കുടികൊണ്ടു. പിന്നീട് ഭൂതഗണങ്ങളുടെ പാട്ടും നൃത്തവും കാണാൻ പാർവതി ദേവിക്ക് മോഹമായി. അങ്ങനെ ഭൂതഗണങ്ങൾ താളവും മേളവുമായി നൃത്തം ആരംഭിച്ചു. ഇതിനുശേഷം സാക്ഷാൽ വടക്കുംനാഥൻ ഭൂതഗണങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ ആട്ടവും പാട്ടും പാടി ജനങ്ങളെ സന്തോഷിപ്പിക്കണം. ഒരു കാലത്തും വിസ്മരിക്കാതെ അവർ ഈ കലയെ സംരക്ഷിക്കും. ഓണക്കാലത്ത് എന്റെ പ്രിയ ഭക്തനായ മഹാബലി ഇവിടെ വന്നെത്തും. അപ്പോൾ നിങ്ങൾ ജനങ്ങളെ നൃത്തമാടിയും പാട്ടുപാടിയും സന്തോഷിപ്പിക്കണം. അങ്ങനെയാണ് തൃശ്ശൂർ കുമ്മാട്ടിക്കളിക്ക് പിന്നുള്ള ഐതിഹ്യം എന്ന് പറയപ്പെടുന്നത്.